Chapter number 16, Directors. Okay, Directors എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഏതൊക്കെ കീ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം? ഡയറക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡിൻ, ഫസ്റ്റ് ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ആരാണ്, അഡീഷണൽ ഡയറക്ടർ, നോമിനി ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സ് KYC. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വരുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. ഓക്കെ, റൂൾസ്, കമ്പനീസ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് റൂൾ 2014. എങ്ങനെ വളരെ പെട്ടെന്ന് ഡയറക്ടേഴ്സ് എന്ന ചാപ്റ്റർ ഇവിടെ നമുക്കൊന്ന് ക്വിക്ക് ഗ്ലാൻസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡയറക്ടേഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കാം നോക്കാം. ഡയറക്ടർ എന്ന വേർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 34 Director means a director appointed to the board of a company. Okay. Section 2 subsection 10 Companies Act define the board of directors or board or in relation to a company means collective body of directors of the company. Board of directors means body duly constituted to direct, control and supervise the affairs of the company. Okay. ഇതിൽ പറയുന്നത് a minor will not be entitled to become a director. മൈനർക്ക് മീൻസ് 18 വയസ്സ് പ്രായപൂർത്തിയാവാത്ത ഒരാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ? എ മൈനർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ DIN, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറിന് അപ്ലൈ ചെയ്യാനായിട്ടൊരു മൈനർക്ക് പറ്റില്ല. എന്താണ് DIN? ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു ഡയറക്ടറെ MCയുടെ സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതൊരു 8 ഡിജിറ്റ് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഓക്കെ, no person shall be continued or be appointed as a director without obtaining director identification number. എങ്ങനെയാണ് DIN ഒബ്റ്റെയിൻ ചെയ്യുക? എങ്ങനെയാണ് നമുക്ക് DIN അപ്ലൈ ചെയ്യാൻ നോക്കാം. ന്യൂ കമ്പനിയുടെ കാര്യത്തിൽ സ്പൈസ് പ്ലസ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഫോം ഉണ്ട്. സ്പെസിഫൈഡ് പ്രൊഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി എക്സ്ക്ലൂസീവ്ലി എന്നാണ് സ്പൈസിന്റെ ഫുൾ ഫോം. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കാര്യത്തിൽ DIN അപ്ലൈ ചെയ്യാൻ DR3 എന്ന് പറയുന്ന ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, DR3 ഫോമില് എന്തെല്ലാം കാര്യങ്ങൾ വേണം? ആപ്ലിക്കൻസ് നെയിം, അത് പാൻ കാർഡിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഡിക്ലറേഷൻ ഇൻ ഫോം DR3A, സർനെയിമും കാര്യങ്ങളില്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ബോർഡ് മീറ്റിംഗ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, പ്രൂഫ് ഓഫ് റെസിഡൻസ്, ഫോട്ടോഗ്രാഫ്, ബോർഡ് റെസൊല്യൂഷൻ പ്രൊപ്പോസിംഗ് ഹിസ് അപ്പോയിന്റ്മെന്റ് ബോർഡ് തീരുമാനിക്കുന്ന ഒരു ബോർഡ് റെസൊല്യൂഷൻ വേണം. സിഗ്നേച്ചർ, പിന്നെ എന്തെങ്കിലും ഓപ്ഷൻ അറ്റാച്ച്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഓക്കെ, പിന്നെ സർട്ടിഫിക്കേഷൻ, കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആയാലും കുഴപ്പമില്ല, CEO ആയാലും CFO ആയാലും കുഴപ്പമില്ല. പിന്നെ ഫീ പേയ്മെന്റ്, ഇലക്ട്രോണിക് മോഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ജനറേഷൻ ഓഫ് DIN എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓൺ സബ്മിഷൻ ഓഫ് ദ ഫോം DR3 ആൻഡ് ആഫ്റ്റർ ജനറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തതിനു ശേഷം DIN is allotted in case of approval by way of letter.
വിത്തിൻ എ പീരീഡ് ഓഫ് 1 month ഫ്രം ദ റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ, ഓക്കെ, ആപ്ലിക്കേഷൻ കിട്ടി 1 monthനുള്ളിൽ എന്താണ് ഇതിന് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അപ്രൂവ് ആയ ഇത്. സെൻട്രൽ ഗവൺമെന്റിന് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാം? കംപ്ലീറ്റോ കറക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ഡിൻ ആപ്ലിക്കേഷൻ, ഇതാണ് അബോസ്. ഓക്കെ, ഇത് നോക്കാം. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നോട്ട് ഗിവൺ കറക്റ്റ്ലി, ഐഡന്റിറ്റി പ്രൂഫ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ നമ്മുടെ സാധാരണ ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതെല്ലാം അതിൽ വരും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിന്റെ എല്ലാം ഈ മുകളിൽ കാണുന്ന ഡീറ്റെയിൽസ് ഫുള്ള് ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് നോക്കിയാൽ അതെല്ലാം അറിയാൻ പറ്റും, ഏതൊക്കെ ഫോമുകൾ എന്തിനെല്ലാം യൂസ് ചെയ്യണേ. അത് നമുക്ക് നോക്കാം. DR3 ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഓക്കെ, DR3 എന്തിനാണ്? ആപ്ലിക്കേഷൻ കൊടുക്കാൻ. DR2 എന്തിനാണ്? Intimation to changes to particulars of the director to be given to central government. ഇപ്പൊ നമ്മള് ഡിന്നിന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് DR6 എന്ന് പറയുന്ന ഫോമിലാണ് ഈ ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, പിന്നെ DR5 ഉണ്ട്, സറണ്ടർ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഡിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് സറണ്ടർ ചെയ്യാൻ വേണ്ടി, അവിടെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിൻ നമ്പർ നമുക്ക് വേണ്ട എന്ന് പറയുന്നതിനാണ് DR5. പിന്നെ DR3B ഇന്റിമേഷൻ ഓഫ് ഡിൻ ടു ദ കമ്പനി. കമ്പനിക്ക് ഡയറക്ടർക്ക് ഡിന്ന് കിട്ടിയെന്ന് ഇന്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോമാണ്. DR3C ഇന്റിമേഷൻ ഓഫ് ഡിൻ ബൈ കമ്പനി ടു രജിസ്ട്രാർ. ഡിൻ സർവീസുകൾക്ക് വേണ്ടി കമ്പനി രജിസ്ട്രാർക്ക് അതെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അതിന്റെ ഫോമാണ്. പിന്നെ DR3 KYC ഓഫ് ഡയറക്ടർ. നോ യുവർ കസ്റ്റമർ ആണ് ശരിക്കും KYC ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ഇയർലി ഡയറക്ടേഴ്സിന്റെ KYC അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായാലും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. എന്തെല്ലാം ടൈപ്പ് ഡയറക്ടേഴ്സ് ആണ് ഒരു കമ്പനിക്ക് ഉണ്ടാവുക? ഡയറക്ടേഴ്സ്, ഫസ്റ്റ് ഡയറക്ടർ ഉണ്ടാവും, പ്രസിഡന്റ് ഡയറക്ടർ ഉണ്ടാവും, വുമൺ ഡയറക്ടർ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടാവും, ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, നോമിനി ഡയറക്ടർ, കാഷ്വൽ വേക്കൻസി, പ്രൊഫഷണൽ ഡയറക്ടേഴ്സ്. അങ്ങനെ നമുക്ക് ഓരോ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഡയറക്ടർ. ഓക്കെ, ഫസ്റ്റ് ഡയറക്ടർ സെക്ഷൻ 152 of Companies Act. If there is no provision made in Articles of Association of the company for the appointment of first director, then subscribers to memorandum who are individual shall be deemed to the first director of the company. എന്നുവെച്ചാൽ എന്താ, ഒരു കമ്പനിയില് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനില് ഡയറക്ടർ ആരാവണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആരാണോ ഏത് സബ്സ്ക്രൈബേഴ്സ് ആണോ ഫസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അവരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഓക്കെ, പ്രസിഡന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ ആരാണ്? നോട്ട് ലെസ് ദാൻ 180 days ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. 182 ദിവസം, 182 days, 182 ദിവസം, നോട്ട് ലെസ് ദാൻ 180 days, 182 days, 182 ദിവസത്തിൽ കുറയാതെ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ഒരാളാണ്
resident director. Okay, who is a woman director? Woman director ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് വുമൺ ഡയറക്ടർ. സെക്ഷൻ 149(1) read with rule 3 of companies appointment and qualification of directors rules. ആരൊക്കെ വുമൺ ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യണം? ലിസ്റ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി. എങ്ങനെയുള്ള പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി ഹാവിംഗ് paid up capital of 100 crore and turnover of 300 crore. paid up capital 100 കോടിയും turnover 300 കോടിയും or more. ഇതിനേക്കാൾ കൂടുതലുള്ള എല്ലാ കമ്പനികളും ആര് വേണം? വുമൺ ഡയറക്ടർ വേണം. ഓക്കെ, പിന്നെന്താണ്? ഡയറക്ടേഴ്സ് ഓഫ് ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റി ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് വുമൺ ഡയറക്ടർ. ഓക്കെ, top 1000 listed entities as per April 1st 2019 should have independent woman director. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ഡയറക്ടർ വേണം. വെറും വുമൺ ഡയറക്ടർ അല്ല, ഇൻഡിപെൻഡന്റ് വുമൺ ഡയറക്ടർ ആണ്. ടോപ്പ് 1000 ലിസ്റ്റഡ് എൻറ്റിറ്റീസിന് അറ്റ്ലീസ്റ്റ് വൺ, ഒരു വുമൺ ഡയറക്ടർ എങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ഡയറക്ടർ എങ്കിലും വേണം. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഇതും ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ്. Director elected by small shareholders. സെക്ഷൻ 151 ആണ് കമ്പനീസ് ആക്ട് സ്മോൾ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് പറയുന്നത്. ആരാണ് ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്? ആരാണ്? ഹോൾഡിംഗ് ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ നോട്ട് ലെസ് ദാൻ 20,000 rupees. ഓക്കെ, 20,000 രൂപ നോമിനൽ വാല്യൂവിനേക്കാളും കുറയാതെ, not more than 20,000 രൂപ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസിനെ കൂടാതെ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്.